കാരണം ഈ നോക്കുന്ന ആൾക്കാരും നമുക്കൊന്ന് കൊണ്ടുതരാൻ കഴിയും. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വേണ്ടി എന്നുള്ളതാണ്. പ്രസൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് എന്റെ ഹാർഡ് വർക്ക്. ഇത് കണ്ട് തീരുമാനിച്ചിട്ടായിരിക്കും എന്തായാലും ഒരാൾ അവിടെ ചേരും. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇത് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പലരും പല രീതിയിൽ, ഫോർ എക്സാമ്പിൾ എന്റെ ഇൻബോക്സിലും മറ്റും നേരിട്ടും അല്ലാതെ ഫ്രണ്ട്സ് ഒക്കെ ഇതിനോട് ചോദിച്ച ഏറ്റവും വലിയ ചോദ്യമാണ്, ഏത് അക്കാഡമിയിലാണ് പഠിച്ചത്, അക്കാഡമിയെ കുറിച്ചൊന്ന് പറയാമോ, അവിടുത്തെ ഫീസ് എത്രയാണ്, അവിടെ മോഡ്യൂൾസ് എങ്ങനെ കവർ ചെയ്യുന്നത്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇത് നിരവധി ചോദ്യങ്ങൾ എനിക്ക് ഡെയിലി പലരും ചോദിക്കാം. അപ്പം അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് അതാണ്. അതായത് പലർക്കും ഏതൊരു അക്കാഡമി സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു അക്കാഡമി ഏതാണെന്നുള്ള നല്ല ഡൗട്ട്സ് ഇപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എന്നെ കൊണ്ട് ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ നമുക്ക് ഈ വീഡിയോ തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ നിങ്ങളൊരു കാര്യം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് അക്കാഡമി പോയത്, എന്റെ എക്സ്പീരിയൻസ്, അവിടുത്തെ ഡ്രോബാക്സ്, CD അക്കാഡമിയെ പറ്റിയുള്ള ഓവർവ്യൂ, കഴിഞ്ഞ 3 മാസം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ഞാൻ ഷോക്കേസ് ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ എല്ലാം എന്റെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും യു ഗൈസ് മേ നോ ദാറ്റ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ അവിടെ ഒരു അക്കാഡമി പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടും അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതാണ് എന്റെ വീഡിയോയുടെ ഉദ്ദേശം. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്താണ് CD അക്കാഡമി കുറിച്ച് ഞാൻ പറഞ്ഞത്. അതായത് CDAക്ക് 2 അക്കാഡമിയാണ് ഉള്ളതെന്നാണ് എന്റെ വിശ്വാസത്തില്. അതായത് ഒന്ന് കൊച്ചിയിലാണ്, കാക്കനാടാണ്, പിന്നെ ഒന്ന് കാലിക്കറ്റിലാണ്. ഇതിൽ കൊച്ചിയിൽ കാക്കനാടിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ഞാൻ ഫസ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാഷൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഞാൻ കംപ്ലീറ്റ്ലി വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഞാൻ 3 to 4 years UPSC എക്സാം പ്രിപ്പയർ ചെയ്ത വ്യക്തിയാണ്. അവിടുന്ന് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് ഗ്രേറ്റ്. കാരണം ആ ഡിസിഷൻ ഞാൻ അന്ന് എടുത്ത ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഡിസിഷൻ ആണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആദ്യമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന ആഗ്രഹത്തോട് വന്ന വ്യക്തിയല്ല ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഡിജിറ്റൽ മേഖലയിൽ പല രീതിയിലും പല ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് എന്റെ ഹാർഡ് വർക്ക് പ്ലസ് അക്കാഡമി ഞാൻ പോയി പഠിച്ചതിന്റെ ഒന്ന് മാത്രമാണ്. CDയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ CDയിൽ പല മോഡ്യൂൾസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് ബുക്ക് തരും. ഈ ഹാൻഡ് ബുക്ക് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ബേസിക്കലി അവർ എന്താണ് അവിടെ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് അവിടെ വരുമ്പോൾ എന്താണ് കൃത്യമായി കൊടുക്കുന്നത് ആ ഹാൻഡ് ബുക്ക് വായിച്ച് നമുക്ക് മനസ്സിലാവും എന്നുള്ളതേ ഉള്ളൂ. അവർ കൊടുക്കുന്ന മോഡ്യൂൾസ്, ക്ലാസ്സസ്, മെന്റേഴ്സ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ മോഡ്യൂൾ പറയുന്നുണ്ട്. പ്ലസ് നിങ്ങളൊരു ജോബിനോ ഇന്റർവ്യൂവിനോ പോയാൽ നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള സ്പെസിഫിക് കാര്യങ്ങൾ ഈ മോഡ്യൂൾസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് തീരുമാനിച്ചിട്ടായിരിക്കും എന്തായാലും ഒരാൾ അവിടെ ചേരുന്നത്. അപ്പൊ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് 90% അറ്റൻഡൻസ് വേണം, പ്ലസ് അവരിട്ടുന്ന എല്ലാ അസൈൻമെന്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ 6 സർട്ടിഫിക്കേഷൻസ് നമ്മൾ എടുത്തിരിക്കണം. പിന്നെ ഇന്റർവ്യൂസും മോക്ക് ഇന്റർവ്യൂസും മാർക്സ് ഒക്കെ അവരെന്ത് ചെയ്യും, ഒരു MNCയിൽ വർക്ക് ചെയ്യാൻ നേരത്ത് അവരെന്ത് ചെയ്യും, അതെല്ലാം നമ്മളെ മാർക്സ് നമ്മുടെ പെർഫോമൻസ് നോക്കും അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ. ഇതെല്ലാം അവർ ആദ്യമേ പറഞ്ഞിട്ടാണ് നമ്മളവിടെ കയറുന്നത്. പ്ലസ് അത് കഴിയുമ്പോൾ പിന്നെ ഫസ്റ്റ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ മോഡ്യൂൾ കവർ ചെയ്യാൻ വേണ്ടി വേർഡ് പ്രസ്, അതായത് വെബ്സൈറ്റ് ആയിരിക്കും നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത്. ആ വെബ്സൈറ്റിന് മുമ്പായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്താണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ച് വെബ് ഡെവലപ്മെന്റ് ആയിരിക്കും. ഞാൻ എന്റെ വെബ്സൈറ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വേർഡ് പ്രസ്സിലാണ്. അവിടെ എക്സ്പീരിയൻസ് ഉള്ള മെന്റേഴ്സ് ഉണ്ട്. അതിലൂടെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെബ്സൈറ്റ് എന്താണെന്ന് പോലും അറിയാൻ ഒരു കോഡിങ്ങിലൂടെ മാത്രം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അറിവിലാണ് ഞാൻ പോകുന്നത്. അതായത് എന്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഫോർ ദി ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമാണ് ഇങ്ങനെ ഒരു മേഖലയിലോട്ട് വരുന്നത്. അപ്പം ഒരു ജസ്റ്റ് എന്നെ സംബന്ധിച്ച് ഒരു കമ്പ്യൂട്ടർ ആയിരുന്ന പോലെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്ന നേരെ അറിയത്തില്ല. അതായത് ഞാനൊരു ലാപ്ടോപ്പില് ജസ്റ്റ് ഈ പറഞ്ഞ ലെറ്റേഴ്സ് ഒക്കെ തപ്പിയെടുക്കുമായിരുന്നു. അതായത് ASP അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഞാൻ ഒരിക്കലും ഇങ്ങനെയാണെന്ന് ഞാൻ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയെന്നാണ് ഞാൻ മാറി വന്നത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ഇറങ്ങി വരണം, അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സ് ചെയ്തൊരു ജോബ് എന്നെ സെക്യൂർ ചെയ്യണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ബാക്കിയുള്ളവർ യു മേ ലീവ്, ബട്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം അങ്ങനത്തെ വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് കീബോർഡ് യൂസ് ചെയ്യാം. ഞാനൊരു പ്രോ അല്ല, പക്ഷെ ഐ ആം ജസ്റ്റ് ട്രൈങ്. ഞാൻ ഡെയിലി എന്നെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ എന്നെ കൺസിഡേർഡ് കാര്യങ്ങൾ ചെയ്തു തരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈയുടെ ക്ലാസ് ആയിരിക്കും. ഷോപ്പിഫൈയുടെ ഇ-കൊമേഴ്സ് സ്റ്റോർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് കഴിയുമ്പോൾ നേരെ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് SEOയിലേക്കാണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഞാൻ സെർച്ച് എഞ്ചിൻ അവിടെ നിന്നാണ് പഠിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യണമെന്ന്. കാരണം മുമ്പ് ഒരു ഗൂഗിൾ എടുക്കുമ്പോഴത്തേക്കും ഇത് എന്തുകൊണ്ടാണ് ഈ ആഡ് ആദ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ ഇത് അടുത്തത് വരുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നത് ഈ ഒരു പഠിക്കാൻ കയറിയതിനു ശേഷം മാത്രമാണ്. കാരണം എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ടൈം. സോ അതിൽ നിന്ന് SEO ഞാൻ പഠിച്ചു. ഞാൻ പഠിച്ച എന്റെ വെബ്സൈറ്റ് ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഫസ്റ്റ് പേജിൽ എന്റെ കീവേഡ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ബെസ്റ്റ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ ട്രിവാൻഡ്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ സെക്കൻഡ് പൊസിഷനിൽ എന്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അത് ഞാൻ അവിടെ പഠിക്കാൻ പോയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല.
ഞാൻ 1.5 months വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഓഫ് ദ മെന്റർ. അതുകൊണ്ട് മാത്രമാണ്. ഇനി SEO നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നേരെ ഗൂഗിൾ ആഡിലേക്ക് പോകും. ഗൂഗിൾ ആയിട്ടുള്ള എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ടേംസ് ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിക്കും. കാരണം ഏതൊരു ഇന്റർവ്യൂ പോലെ ഇമ്പോർട്ടന്റ് ആയ ടേംസ് ആണ്. ഈ ടേംസും കാര്യങ്ങളും എല്ലാം കൃത്യമായി പഠിപ്പിച്ച് ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ക്ലിയറിംഗ് സെഷൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സെഷൻ അവർ വെക്കുന്നുണ്ട് 3 days ക്ലാസ് കേട്ടിട്ട്. അത് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കും. ഇനി ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കും. എത്ര വട്ടം ചോദിച്ചാലും ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ എത്ര വട്ടം ചോദിച്ചാലും കൃത്യമായി പറഞ്ഞ ഒരാളുണ്ട്. ഒരിക്കലും ഇത് നീ ചോദിച്ചോ അതിന് നീ ചോദിക്കണ്ട എന്ന രീതിയിൽ എത്ര വട്ടം നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞത് അത്ര ഫ്രണ്ട്ലി ആണ് മെന്റേഴ്സ് പറയുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നേരെ പോകും നമ്മൾ SMMന്റെ ക്ലാസ്സിലേക്കാണ്. SMMൽ നമുക്ക് ഈ പറഞ്ഞ പഠിപ്പിക്കുന്ന ആദ്യം ഫോർ സോഷ്യൽ മീഡിയ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ, ലിങ്ക്ഡിൻ ഇല്ലാത്ത ഒരാൾ. എനിക്ക് ലിങ്ക്ഡിൻ ഇല്ലായിരുന്നു. 90 കണക്ഷൻസ് ആണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആൾക്ക് എല്ലാം ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഓരോരുത്തരും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ അവരുടെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് ഒരു കോഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ അത് എല്ലാവർക്കും തുറന്ന് ചെയ്യാം. ബാക്കി തുറന്ന് ചെയ്യുന്നുള്ളത് അവരവരുടെ ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് 3 മാസം നമ്മളെ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്കൊരു ഫുഡ് തരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്പൂണിൽ കോരി വായി വെച്ച് തരാം. പക്ഷെ ചവച്ചിറക്കണം എന്നുള്ള അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് സ്വന്തമായിട്ട് ചെയ്തേ പറ്റും. അല്ല നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു പാത ഉണ്ടാക്കി തരാം. ബാക്കി അവനവൻ ചെയ്യണ കാര്യങ്ങൾ ആ 3 മാസത്തിനുള്ളിൽ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തു തരും. അല്ല അത് കഴിഞ്ഞ് അവർ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതൊക്കെ അവനവന്റെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്താലേ കാര്യങ്ങൾ നടക്കും. ഇനി ആ ഒരു കോഴ്സിലെ ആ ഒരു SMM കഴിയുമ്പോൾ മെറ്റ ആഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മെറ്റ ആഡ്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഇതും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കും. ഇനി ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് ഒരു ചെറിയ മോഡ്യൂളാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് ഓട്ടോമേഷൻ, ചെറിയ ചെറിയ മോഡ്യൂൾസ് നമുക്ക് കവർ ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും എന്നുള്ളതല്ല, കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കൃത്യമായ ഐഡിയ ഉണ്ടാക്കി തരും. ഇമെയിൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ ഐഡിയ ഉണ്ടാക്കി തരും. ഇത്രയും കാര്യം എന്നിട്ട് 3 മാസം കഴിഞ്ഞു. പിന്നെ നമ്മൾ 6 സർട്ടിഫിക്കേഷൻ ഈ ഗൂഗിൾ സ്കിൽ ഷോപ്പിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അവർ എടുപ്പിക്കും. കാരണം അവർക്ക് അസൈൻമെന്റ് ട്രാക്കർ ഉണ്ട്. ഈ ട്രാക്കറിൽ നമ്മൾ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞ കാര്യം അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് അവർ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ അസൈൻമെന്റ് ട്രാക്കർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടും. അവർ തുടക്കം നിങ്ങൾ കയറുമ്പോൾ ഫീസ് അടയ്ക്കേണ്ട മുമ്പ് പറയുന്നതായിരുന്നു. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും ഇവിടെ ആയിരുന്നാലും പഠിക്കാൻ പോകുന്നുള്ള ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ ഇത്ര ഫീസ് കൊടുത്ത് ഒരിടത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായി അവിടെ എന്താണ് തരുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഫീസ് അടച്ച് അവിടെ കയറാവൂ. ഒന്ന് ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു മോക്ക് ഇന്റർവ്യൂ. അതായത് ബേസിക്കലി നിങ്ങൾ വെളിയിൽ ഒരു കമ്പനി ഇന്റർവ്യൂവിന് പോയാൽ അതുപോലെ തന്നെ വിത്ത് ഡ്രസ് ഉൾപ്പെടെ ഡ്രസ് കോഡ് സഹിതം കൃത്യമായി നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർവ്യൂ അവിടെ മോക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യും. അത്യാവശ്യം ടഫ് ആയിരിക്കും, അത് ക്രാക്ക് ചെയ്യാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഡ്രസ് കോഡ് എങ്ങനെ ആയിരിക്കണം, പിന്നെ റെസ്യൂമെ എങ്ങനെ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല റെസ്യൂമെ എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ ആദ്യമായി റെസ്യൂമെ ബിൽഡ് ചെയ്യാൻ പഠിച്ച വരുന്നതാണ്. കാരണം എന്റെ ഫ്രണ്ട്സ് വഴി ഞാൻ മുമ്പ് റെസ്യൂമെ ഒക്കെ ഒരു ജസ്റ്റ് കമ്പനി കൊടുക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ ചോദിച്ച് അവന്റെ കൂടെ പോയി അവൻ ചെയ്യണം നോക്കിയാൽ പോലും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ഏറ്റവും ഫ്രണ്ട്ലി എങ്ങനെ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ഞാൻ പഠിച്ചെടുത്തു. പിന്നെ ഞാൻ പറയാം ലാസ്റ്റ് എന്റെ കോൺവെക്കേഷൻ ഡേ ആയിരുന്നു. അപ്പൊ എന്റെ 3 month ജേർണിയിൽ അവര് പഠിപ്പിച്ചതല്ലേ അവരെനിക്ക് തന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇനി എല്ലാവരും എന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, എങ്ങനെയായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ഉള്ളത്? അത് ബേസിക്കലി ഞാൻ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്റെ സോഷ്യൽ പ്രസൻസ് എന്ന രീതിയിൽ ഞാൻ എല്ലായിടത്തും കാണിച്ചിട്ടുള്ളത്. അതായത് ഞാൻ അവിടെ പഠിക്കാൻ കയറുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ലിങ്ക്ഡിനോ അല്ലെ ഇൻസ്റ്റാഗ്രാമോ, നിങ്ങൾക്ക് എന്നെ കൃത്യമായി നോക്കുന്ന ഒരാൾക്ക് എന്നെ അറിയാൻ പറ്റും. എന്റെ ലിങ്ക്ഡിനോ എന്റെ ഇൻസ്റ്റാഗ്രാമോ എല്ലാം നോക്കി കഴിഞ്ഞാൽ ഒന്നിലും ഞാൻ ഒരു പ്രസൻസും ഇല്ലായിരുന്നു. ലിങ്ക്ഡിൻ ആയിരുന്നാൽ പോലും 90 കണക്ഷൻ ഞാൻ 700 ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പൊ ചിലർ ചോദിക്കും ആ 700 ഫോളോവേഴ്സ് നിനക്ക് എന്ത് കിട്ടിയെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താണ് എനിക്ക് കിട്ടിയെന്നുള്ളത് രണ്ടാമത് പറഞ്ഞുതരാം. പിന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ആയിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയാണ്. ഞാൻ ആദ്യം തുടക്കം ചെറിയൊരു എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്തു, പിന്നെ ഒരു വ്ളോഗിങ് ചാനൽ ആക്കിയതിന്, പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആണ് ഞാൻ ചെറിയൊരു ഷോർട്ട് റീൽസ് ചെയ്തു. സോ ഇതെല്ലാം എന്റെ കൺസിസ്റ്റൻസി പിന്നെ എനിക്ക് അതിനുള്ള താല്പര്യവും പാഷനും കൂടെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഞാൻ സിഡി അക്കാഡമി പോയതിനു ശേഷം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലാണ് ചിന്തിക്കാം. ഇതില്ലെങ്കിൽ നീ ചെയ്യൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതായത് നമ്മളെ ഒരു കാര്യം പുഷ് ചെയ്ത പ്ലാറ്റ്ഫോം ആണ്. ആ പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ പറഞ്ഞ സിഡി. അവിടെ നിന്നുള്ള പുഷ് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയത്. ഓക്കെ, ദെൻ അതിൽ നിന്ന് നേരെ മാറി പോയപ്പോഴത്തേക്കാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ ലിങ്ക്ഡിനെ കുറിച്ച്, അതായത് അതിനൊന്നും പ്ലേസ്മെന്റിനെ കുറിച്ച് സംസാരിക്കും. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് പ്ലേസ്മെന്റ് തരുമെന്ന് അവർ കൃത്യമായി പറയുന്നു. അത് ഇന്നും എനിക്ക് കിട്ടുന്നു. എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു 5 to 6 ഇന്റർവ്യൂസ് ഡേയിൽ അറേഞ്ച്. നമ്മൾ പോകണം നമ്മുടെ ഇഷ്ടം. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വലിയ ഡ്രീം ഉള്ള ആളാണ് ഞാൻ പറഞ്ഞ UPSC എക്സാം ഇന്നും ഞാൻ പഠിക്കുന്നുണ്ട് അതിനു വേണ്ടി. എന്റെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കൊണ്ടാണ് ഞാൻ ജോബിലേക്ക് പോകും. പക്ഷെ ഇന്ന് ഞാൻ ഒരിക്കലും അത് വിഷമിക്കുന്നില്ല. കാരണം ഞാൻ വന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടവും പാഷനോട് കൂടി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു മേഖലയിലാണ് വന്നത്. അതുകൊണ്ട് എനിക്കൊരിക്കലും റിഗ്രറ്റ് ഇല്ല. കാരണം അതും ഇതുമായിട്ട് എനിക്ക് ഒരുപോലെ രണ്ടിന്റെയും സിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാൻ വലിയ ഇൻട്രസ്റ്റ് ആണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ, അതായത് ഡിസൈനിങ് പ്ലസ് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ടീമായിട്ട് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുക, നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ പ്രസൻസ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കാരണം ഞാൻ ഇതിനോട് പാഷൻ, കാരണം ഇതിലൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇതിൽ വന്നിട്ട് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പൊ അതാണ് എനിക്ക് സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ ഏത് സാധാരണക്കാരനും പറ്റും. ഞാൻ സാധാരണക്കാരനാണ്.
ഞാൻ എക്സ്ട്രാ ഓർഡിനറി പവർ ഉള്ളതല്ല, വലിയ ലോജിക്കൽ തിങ്കിങ് ഒന്നും ആളൊന്നുമില്ല. പക്ഷെ ഓരോ ഡേയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടൈം, ഓരോ ഡേയും ഞാൻ ഇട്ട എഫേർട്ട്, ഹാർഡ് വർക്ക്, അതിലൂടെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇന്നും ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു അടിപൊളിയാണെന്ന് ഒരിടത്ത് ഞാൻ പറയുന്നില്ല, ഞാൻ അത്ര പെർഫെക്റ്റും അല്ല. ഞാൻ ഒട്ടും എന്നെ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല. എന്റെ ഇത് ഇനിയും സ്കോപ്പ് ഉണ്ട് ലേൺ ചെയ്യാനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ എന്നാലും എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതൊരാൾക്കും ഈ മേഖലയിൽ കടന്നു വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് പറ്റുമെന്ന് തോന്നണതിന് പറ്റും. പക്ഷെ അവർക്കൊരു ഗോൾ വേണം ലൈഫിൽ, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയിട്ട കാര്യമുള്ളൂ. രണ്ട്, പിന്നെ ഒരു കാര്യം പറയാനുള്ള ഫീസിനെ കുറിച്ചാണ്. ഫീസ് ഐ തിങ്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് അറൌണ്ട് 59,000-60,000 റുപ്പീസിനകത്താണ് ഞാൻ അവിടെ കോഴ്സ് പഠിച്ചിറങ്ങിയത്. പക്ഷേ ഈ 59,000 ഇത്രയും ആയിട്ട് കോഴ്സ് പഠിച്ചിറങ്ങിയ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട്. കാരണം ഇന്ന് എനിക്ക് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ എത്ര താമസം എന്ന് വെച്ചാൽ, എനിക്ക് നല്ലൊരു കമ്പനിയിൽ ഒരു പ്ലേസ്ഡ് ആവും. അതായത് ഞാനിപ്പോ ഏകദേശം പഠിച്ചിറങ്ങിയത് 1 to 2 വീക്സ് ആവുന്നു. ഇതിനുള്ളിൽ എനിക്ക് ഏകദേശം 4 to 5 ഇന്റർവ്യൂസ് കഴിഞ്ഞു. അതിൽ ഏകദേശം 3 to 4 എന്ന് പറഞ്ഞ ടോപ്പ് കമ്പനീസ് ആയിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് ഈ ലിങ്ക്ഡിൻ വഴി, എന്തുകൊണ്ട് ലിങ്ക്ഡിനെ പോകുന്നത്, എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് കുറെ ഇന്റർവ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് ടോപ്പ് കമ്പനീസ്. അതെന്തായാലും ജോലി കിട്ടിയിട്ട് ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. ആ കമ്പനീസ് വരെ എനിക്ക് ഇങ്ങോട്ട് ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. പ്ലസ് എനിക്ക് ഇന്റർവ്യൂ എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇന്റർവ്യൂസ് ഒന്നും ഞാൻ ഒന്നിലും ഫെയിൽ ആയിട്ടില്ല. അറ്റ്ലീസ്റ്റ് സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ അതിൽ തന്നെ ടാസ്കിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. പല ഇന്റർവ്യൂസ് നമ്മൾ വിചാരിക്കുമ്പോൾ ചെന്ന് സംസാരിക്കണമല്ല ഇപ്പോഴത്തെ. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കുറെ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവർ ടാസ്കുകളാണ് തരുന്നത്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതും എന്നെ കൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഞാൻ അവിടെ പഠിച്ചതിന് ശേഷമാണ്. ആ പഠിച്ച് മനസ്സിലാക്കി അവർ തന്ന ഓരോ കാര്യങ്ങൾ, അവർ തന്ന ഓരോരോ ഇൻപുട്സ് ആണ് ഞാൻ പറയുന്നത്. ഓരോ ചെറിയ ഇൻപുട്ടാണ്. ഈ ചെറിയ ഇൻപുട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അല്ല ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു സാധനം നിങ്ങൾ തരുന്ന എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യിപ്പിച്ചു. നമ്മൾ സ്കൂളിൽ പോയിരുന്നോണ്ട് വല്ല കൈ പിടിച്ച് പേന എഴുതും പോലെ അല്ല. നമുക്കൊരു ചെറിയ ഷോർട്ട് ടേം കോഴ്സ് പറയുമ്പോൾ ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് നമുക്ക് വലിയ കരിയർ ബിൽഡ് ചെയ്യണം. അപ്പൊ ആ ഷോർട്ട് ടേം കോഴ്സ് നമ്മൾ ചെറിയ തരുന്ന ഇൻപുട്സ് നമ്മൾ പിന്നെ വലുതാക്കി എടുക്കുന്നതാണ്. ഇതാണ് അക്കാഡമി ഞാൻ പഠിച്ചപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. ഇനി ഫീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ ഒരു ഫീസ് ആയിരിക്കും വരുന്നത്. ഇനി എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ജോലിയെ കുറിച്ച്. ജോലി കിട്ടുമോ, ഈ ഒരു കരിയർ ചൂസ് ചെയ്ത ജോലി കിട്ടുമോ എന്നുള്ളത്. അതെനിക്ക് പറയാനുള്ളത് ഈ കരിയറിനല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഏത് മേഖലയ്ക്ക് ജോലിക്ക് പോയാലും നമ്മൾ സെർച്ച് ചെയ്യണം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് ആരും ജോലി എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ കുത്തിയിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ഇനിയിപ്പോ പാക്കലായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും കുത്തിന്ന് കരിയർ പേജ് മാറ്റും ഇതും എല്ലാം വാരി പെറുക്കി എല്ലാ ദിവസവും നൈറ്റ് 2-3 മണി വരെ ഇരുന്നിട്ടുണ്ട്. ഇരുന്ന് ഓരോ സൈറ്റിലും ഓരോ ആയിട്ട് റെസ്യൂമെ അപ്ലൈ ചെയ്തിട്ടാണ് പല കമ്പനീസിന് കോൾ വന്നത്. പിന്നെ ലിങ്ക്ഡിന്റെ ഗുണമെന്ന് വെച്ചാൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട്, നമ്മൾ തന്നെ ഷോക്കേസ് ചെയ്തുകൊണ്ട് പല കമ്പനീസിനും അവിടുത്തെ HR ഒക്കെ എനിക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറെ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും ടോപ്പ് തൊട്ട ആൾക്കാരെ. അപ്പൊ അത് ലിങ്ക്ഡിന്റെ ഗുണമാണ്. സോഷ്യൽ മീഡിയ പ്രസൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചെറിയ റീൽ ചെയ്താൽ പോലും, അല്ല എന്ത് കാര്യം ചെയ്യാൻ നിങ്ങൾ ചെയ്യാൻ താല്പര്യമാണ് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ആരെ നോക്കല്ല ലൈഫിൽ. കാരണം ഈ നോക്കുന്ന ആൾക്കാരും നമുക്കൊന്ന് കൊണ്ടുതരാൻ ലൈഫിൽ. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് വേണ്ടി എന്നുള്ളതാണ്. അല്ല ഇപ്പൊ ഞാൻ റീൽ ചെയ്യുന്നല്ലോ, ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നത്, അവൻ എങ്ങനെ ചിന്തിക്കും, ഇവൻ എങ്ങനെ ചിന്തിക്കും, ചിന്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ തന്നെ ഇരിക്കും. അല്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് രണ്ടാമത് എന്ത് ചിന്തിക്കുന്നുള്ളത്, ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. പകരം നമുക്ക് അതിൽ നിന്ന് എന്ത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് മാത്രം. ചിലപ്പോൾ ലൈക്സോ ഷെയർസോ കമന്റ്സോ എനിക്ക് കുറവുള്ള ദിവസങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ലൈക്സോ ഷെയർസ് കമന്റ്സിന് വേണ്ടി അല്ല ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ബിൽഡ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ എന്ത് പഠിക്കാൻ ഇറങ്ങിയത്. എനിക്ക് ലൈഫിൽ ഒന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അതാണ് ഞാൻ പറയാനുള്ള പോയിന്റ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വരിക. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിജിറ്റലി ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തരാന്നുള്ളത്. ഡെയിലി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ഡിജിറ്റൽ മാർക്കറ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കിയത് അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയും. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന രീതിയിൽ ലാംഗ്വേജ് നിങ്ങൾ അവിടെ പോയിരുന്ന മറ്റേ ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഒരു ലാംഗ്വേജ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, ഞാൻ പറയുന്നത് അവന് മനസ്സിലാവും, ഓപ്പോസിറ്റ് ചെയ്യുന്നത് അവൻ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. ഇതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ല അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ വലിയ രീതി ഇംഗ്ലീഷ് വലിയൊന്നും ആവണ്ട, നമ്മുടെ മെസ്സേജ് അവിടെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഉദ്ദേശം കൃത്യമായി CD എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കാൻ അറിയില്ല, ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ ഒരാളുടെ മുമ്പിൽ എത്ര കോൺഫിഡൻസ് സംസാരിക്കണം എനിക്കറിയാം. അതിന് സ്പീക്കപ്പ് സെഷൻസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അത് അവർ തന്നത് മാത്രം കൊണ്ടാണ്. ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിറങ്ങിയപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ തന്ന സ്പീക്കപ്പ് സെഷൻസ്. അതായത് എങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്നുള്ള പ്രസന്റേഷൻ എടുക്കാൻ പഠിപ്പിച്ചത്. ഇതൊക്കെ ഓരോ ചെറിയ ഇൻപുട്ടുകളാണ്. പക്ഷേ ഈ ചെറിയ ഇൻപുട്ടുകളാണ് നമുക്കൊരു വലിയ ഔട്ട്കം ഉണ്ടാക്കി തരുന്നത്. നമ്മളൊരു കമ്പനി ജോലിക്ക് പോയാലും അവരിപ്പം മിക്ക ഇന്റർവ്യൂസ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ ഇന്റർവ്യൂസ് ഒരിക്കലും മലയാളത്തിലായിരുന്നില്ല. ദേ ആർ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അവർ ജസ്റ്റ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറഞ്ഞത് തൊട്ട് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഈവൻ നമ്മളൊരു സാലറി നെഗോഷിയേറ്റ് ചെയ്താൽ പോലും ദേ ആർ ജസ്റ്റ് ടോക്കിംഗ് കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ്. അത് നമുക്ക് അറിയണം. നമ്മൾ കൃത്യമായി സംസാരിക്കാൻ പറ്റണം. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയ ചോദ്യം വരുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന മെസ്സേജ് എന്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് ദേ ആർ ഗെറ്റിംഗ് ഇറ്റ്.
സോ ഐ ആം സോ ഹാപ്പി. എനിക്ക് അതിലൂടെ ലാംഗ്വേജ് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റി എന്നുള്ളതിൽ ഐ ആം സോ ഹാപ്പി. അതാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. സോ ഈ വീഡിയോ കണ്ട ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങി വരാൻ CD ഒരിക്കലും CD എനിക്ക് ഇത്ര രൂപ തന്നിട്ട് രോഗിലെ നീ പോയി വീഡിയോ ചെയ്യുന്ന എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴേ പറയാം നിങ്ങളടുത്ത്. ഒരിക്കലും CD എന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പഠിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ കാര്യം, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് CD അക്കാഡമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊരാൾക്കും ഒരു അക്കാഡമി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ വെക്കണം, കുറച്ച് അജണ്ടാസ് വെക്കുക. അതായത് ചില അക്കാഡമി ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു സാർ എന്നെ ഒന്ന് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു സ്പെസിഫിക് നീഷ് ഏരിയയെങ്കിലും അറിയാവുന്ന ഒരാൾക്കല്ലേ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മെന്റേഴ്സ് ഇല്ലേ? ഇങ്ങനെ ചെറിയ ചെറിയ ക്രൈറ്റീരിയ നിങ്ങൾ വെച്ചിട്ട് അക്കാഡമിയിലോട്ട് പോകും. നിങ്ങൾ എല്ലാവരും CD ജോയിൻ ചെയ്യണം ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്നുള്ള എന്റെ ഉത്തരവാദിത്വമായിരുന്നു. കാരണം എന്റെ അടുത്ത് പല കുട്ടികളും പല രീതിയിൽ എന്റെ ഫ്രണ്ട്സും ചെറിയ ആൾക്കാരൊക്കെ ഇപ്പൊ എന്നെ വയസ്സ് കുറഞ്ഞ ചില പയ്യന്മാരൊക്കെ വിളിച്ചേട്ടാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ചില 35,000 കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത്. 9 to 4 ഇവിടെ ക്ലാസ് കിട്ടുന്നുണ്ട്. ഡെയിലി ക്ലാസ് ഉണ്ട്, വീക്കെൻഡ് ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യുക? എന്റെ ഒരു അഭിപ്രായം നിങ്ങൾ എപ്പോഴും ഡെയിലി പോകുന്ന ക്ലാസ്, അതായത് മൺഡേ ടു ഫ്രൈഡേ പോകാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സർക്കിൾ കിട്ടും, ഒരു ഓർഗാനിക് സർക്കിൾ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇവൻ നിങ്ങളുടെ ലൈഫിൽ കുറെ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹമുള്ള അത് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്ന രീതി മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ CD പ്രൊമോട്ട് ചെയ്യണം, CD എനിക്ക് ഇത്ര രൂപ തന്നെ ജോലി ചെയ്യുന്നതിന് പറഞ്ഞിട്ടില്ല. ഓരോ കാര്യം ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ളത് എന്റെ സോഷ്യൽ മീഡിയ നോക്കില്ല. ഞാനൊരു കാര്യം ശരി എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റെന്ന് പറഞ്ഞു. ഇവിടെ ഡ്രോബാക്സ് ആയിട്ട് എനിക്ക് പ്രത്യേക ഡ്രോബാക്സ് എടുത്ത് പറയാനൊന്നുമില്ല. ക്ലാസ് കൃത്യമായിട്ട് എനിക്ക് കിട്ടി, കൃത്യമായ പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടി. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ കറക്റ്റ് രീതി കാര്യങ്ങളാണ്. എന്റെ ഉദ്ദേശിച്ച കാര്യങ്ങൾ കറക്റ്റ് രീതി നടന്നതുകൊണ്ട് എനിക്ക് അവർ ഈ മോഡ്യൂളിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ തന്നിട്ടുണ്ട്. ഇത് കണ്ടാണ് ഞാൻ അവിടെ ചേർന്നത്, അതല്ല എനിക്ക് കിട്ടി. അപ്പൊ അതിന്റെ അപ്പുറത്ത് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളത് എനിക്ക് എന്റെ ചിന്തിക്കുന്ന കാര്യമില്ല. പക്ഷെ സ്റ്റിൽ ഐ ആം ഗെറ്റിംഗ് മെനി ഇന്റർവ്യൂസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് എനിക്ക്. സോ അത് നല്ലൊരു കമ്പനി ഞാൻ പ്ലേസ്ഡ് ആവാനും പോവാണ്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് ഈ കാര്യം ചെയ്യുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. കാരണം ഇത്ര ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇത്ര ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ CD എനിക്ക് വളരെയധികം സന്തോഷമാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നല്ലൊരു അക്കാഡമി ചൂസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പോലും ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്തൊരു വീഡിയോ കാണാം. സീ യു ബൈ.